തുടരുന്ന വിദ്വേഷത്തിൻ്റെയും അധിക്ഷേപത്തിൻ്റെയും ലൈൻ കൂടുതൽ ശക്തമാക്കുകയാണ് വെള്ളാപ്പള്ളി. ഇന്നത്തെ ഇര പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാണ്. ശ്രീനാരായണ ഗുരു ചെയ്യരുതെന്ന് പറയുന്ന കാര്യങ്ങളാണ് വെള്ളാപ്പള്ളി ചെയ്യുന്നത് എന്നായിരുന്നു വി.ഡി. സതീശൻ്റെ വിമർശനം. ഈ വിമർശനത്തിന് മറുപടിയായി വെള്ളാപ്പള്ളി ചൊരിഞ്ഞത് അധിക്ഷേപ വർഷമാണ്. ഈഴവ വിരോധി, ഒപ്പം തന്നെ ഒന്നും അറിയാത്ത നേതാവ്, പരമപന്നൻ, ഇങ്ങനെയൊക്കെ നീളുന്നു അധിക്ഷേപം. വെള്ളാപ്പള്ളിയുടെ ഈ പോക്ക് എങ്ങോട്ടാണ്? ഇതാണ് നമ്മൾ അടുത്തതായി ചർച്ച ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മൾ വെള്ളാപ്പള്ളി വിദ്വേഷ പരാമർശം നടത്തുന്ന വിഷയം ഒരുപാട് തവണയായി ചർച്ച ചെയ്യുന്നു. ഇതിങ്ങനെ തുടരുകയാണ്. അല്ല, വെള്ളാപ്പള്ളി ഈ ഒരു ഒരു പ്രത്യേകമായ പദ്ധതി ആസൂത്രണം ചെയ്ത ആ പദ്ധതിയുടെ വഴിയെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കാരണം അദ്ദേഹം അതിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ തയ്യാറാവുന്നില്ല. കേരളത്തിൽ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒരു കുറിപ്പിറക്കുന്നു, അല്ലെങ്കിൽ വി.ഡി. സതീശനെ പോലെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ പറയുന്നു. ഈഴവ സമുദായത്തിനകത്ത് തന്നെയുള്ള പല സംഘടനകളും മൂവ്മെൻറ്റുകളും അദ്ദേഹത്തിനെതിരെ പറയുന്നു. പല പ്രധാനപ്പെട്ട സാമൂഹ്യ രാഷ്ട്രീയ നേതാക്കളൊക്കെ തന്നെയും ഇത് ഗുരുവിൻ്റെ ലൈനെല്ലാം ചൂണ്ടിക്കാണിക്കുന്നു. പക്ഷേ അദ്ദേഹം അവസാനിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം അദ്ദേഹത്തിന് പ്രത്യേകമായ ലക്ഷ്യങ്ങളുണ്ട്. അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു പ്രത്യേക മുന്നണിയെ സഹായിക്കുക, അത് ആ ഘട്ടം കഴിഞ്ഞാൽ തൻ്റെ മകൻ്റെ രാഷ്ട്രീയ ഭാവി സുരക്ഷിതമാക്കുക എന്ന വളരെ കൃത്യമായ രാഷ്ട്രീയ പദ്ധതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം വിചാരിക്കാൻ. അല്ലെങ്കിൽ എന്താണ്, വി.ഡി. സതീശൻ ഇപ്പോൾ പരമപന്നൻ എന്നൊക്കെ വിളിക്കാൻ തക്കവണ്ണം വി.ഡി. സതീശൻ അദ്ദേഹത്തെ പ്രകോപിപ്പിക്കുക പോലും ചെയ്തിട്ടില്ല. ഗുരുവിൻ്റെ ലൈനിന് പുറത്താണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ളൊരു വാചകം മാത്രമാണ് സതീശൻ പറഞ്ഞത്. ആ സതീശനെ മാത്രം പന്നൻ എന്ന് വിളിച്ച് അദ്ദേഹം ആക്ഷേപിക്കുകയാണ്. സതീശനെയും അദ്ദേഹത്തെ എന്ന് വെച്ചാൽ പരമാവധി പ്രകോപിപ്പിക്കുകയാണ്. ഇനി സതീശൻ തിരിച്ചു പറയുന്നത് ഈഴവ സമുദായത്തിൻ്റെ ഒരു സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആളെ സതീശനും കോൺഗ്രസും UDFും ആക്ഷേപിക്കുകയാണ് എന്ന പുതിയൊരു നെറേറ്റീവ് ഉണ്ടായി വരണം. അതിനുവേണ്ടി മാക്സിമം പ്രകോപിപ്പിക്കുകയാണ്. അല്ലെങ്കിൽ എന്താണ് സതീശൻ പറഞ്ഞ വാചകം എന്താണ്, നിങ്ങൾ ഗുരുവിൻ്റെ ലൈനിലല്ല, നിങ്ങൾ അരുതാത്തതാണ് പറയുന്നത് എന്നാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള കമൻറ്റ്. അത് പറഞ്ഞത് വേറെ ആരൊക്കെയുണ്ട്? CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പറഞ്ഞല്ലോ ഗുരുവിൻ്റെ SNDP ലൈൻ ഇതല്ലാന്ന്. എന്തുകൊണ്ടാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനെതിരെ വെള്ളാപ്പള്ളി ആഞ്ഞടിക്കാത്തത്? ഗുരു പഠിപ്പിച്ച പാഠം ഇതല്ല എന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ M. സ്വരാജ് ഫേസ്ബുക്കിലിട്ടല്ലോ. എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി അതിനെതിരെ ഉറഞ്ഞു തുള്ളാത്തത്? വെള്ളാപ്പള്ളിക്ക് ആക്രമിക്കേണ്ട ഒരേ കാര്യം പറഞ്ഞ 3 പേർ അല്ലെങ്കിൽ 3 പോയിന്റുകൾ എടുക്കുക, അതിൽ ഒരാൾക്കെതിരെ മാത്രം ആക്രമിക്കുന്നു വെച്ചാൽ കോൺഗ്രസും ഈഴവ സമുദായവും തമ്മിലൊരു ശത്രുതയുണ്ടെന്നൊരു സംഗതിയെ വരുത്തി തീർക്കാൻ, അത് ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹം ശ്രമിക്കുകയാണ്. അപ്പം നമ്മളതിനെക്കുറിച്ച് നേരത്തെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചാണ്. എന്താണ് ഇതിൻ്റെ പദ്ധതി, അതിൻ്റെ ബെനിഫിഷ്യറി ആരാണ്, അതിൻ്റെ ഇമ്മീഡിയറ്റ് ബെനിഫിഷ്യറി ആരാണെന്ന് ചോദിച്ചാൽ ആരാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഇതിനു മുമ്പ് അദ്ദേഹം വിദ്വേഷം പറഞ്ഞിറങ്ങി 2006, 2005, 2006 കാലത്ത് ഇതിന് നേട്ടം ഉണ്ടാക്കിയത് LDF ആണ്. UDFന് നഷ്ടപ്പെടുന്ന വോട്ടുകളുടെ കണക്ക് നമ്മൾ മധ്യ കേരളത്തിൽ നിന്ന് കണ്ടതാണ് BDJS ഉണ്ടായപ്പോൾ. അതിനുശേഷം ഇപ്പോൾ വീണ്ടും അത് പറയുമ്പോൾ ആ ഭയപ്പാട് ആർക്കുണ്ട്? UDFനുണ്ട്. അതുകൊണ്ടാണ് പിണറായി വിജയൻ പറയിപ്പിക്കുന്നതാണ് ഇത് എന്ന് വി.ഡി. സതീശൻ പറയുന്നത്. കാരണം അത് സംഭവിക്കാൻ പോകുന്ന അതിൻ്റെ എൻഡ് റിസൾട്ട് എന്തായിരിക്കുന്ന കാര്യത്തിൽ സതീശന് നല്ല കൺസേൺ ഉള്ളതുകൊണ്ടാണത്. നിർഭാഗ്യവും എനിക്കൊരു കാര്യം തോന്നുന്ന കാര്യം, ഈ സംഗതിയെ ആഞ്ഞെതിർക്കാൻ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് രംഗത്ത് വരാൻ ഇവർക്കെല്ലാവർക്കും ഒരു ഭയപ്പാട് എന്തിനാണ്? മുമ്പ് നമ്മൾ പറഞ്ഞു വെള്ളാപ്പള്ളി നടേശൻ ഒരാളെ തോൽപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചാൽ അയാൾ ജയിച്ച ചരിത്രമേ കേരളത്തിലുള്ളൂ. വെള്ളാപ്പള്ളി ഒറ്റ ഓർഡർ ഇട്ടുകൊണ്ട് അങ്ങനെ ഒരാളെ തോൽപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സമുദായ നേതാക്കന്മാർ ആരുടെ ഇല്ല. അങ്ങനെ സമുദായത്തിൻ്റെ നേതൃത്വത്തിൻ്റെ തിട്ടൂരത്തിനനുസരിച്ച് NSSലോ SNDPയിലോ വേറെ ഏതെങ്കിലും ഒരു സംഘടനയിലോ മുസ്ലിം സംഘടനകളിൽ പോലും ആരെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ ജനങ്ങൾ അവരുടെ രാഷ്ട്രീയ ബോധ്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് വോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഏതൊരു നേതാവിനെ പ്രീണിപ്പെടുത്തേണ്ട ഒരു സമീപനം എടുക്കേണ്ട കാര്യമുണ്ടോ? നേതാവിനെ മാറ്റി നിർത്തി വേണമെങ്കിൽ സംഘടനയുമായി ഒരു നല്ല ഡയലോഗിലേക്ക് വേണമെങ്കിൽ ഈ കക്ഷികൾക്കൊക്കെ പോകാവുന്നതാണ്. പക്ഷേ അവർ നേതാവിനെയും കൂടി കൂട്ടി പരിഗണിക്കുന്നു. എന്തിനാണെന്നാണ് എനിക്ക് സംശയം തോന്നുന്നത്. കാരണം വെള്ളാപ്പള്ളി നടേശനെ ഒരു കർശനമായ മറുപടി പറഞ്ഞാൽ കേരളത്തിലെ ഈഴവ സമുദായം ഒന്നാകെ അതിൽ വിരളി കൊണ്ടുവരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് V.S. അച്യുതാനന്ദൻ. ഇദ്ദേഹം വലിയ വർഗീയത പറഞ്ഞ് രംഗത്ത് വന്ന കാലത്ത് കേരളം എല്ലാവരും ഉദ്വേഗത്തോടെ നോക്കിയിരുന്നു. വെള്ളാപ്പള്ളി നടേശൻ ഇനീഷ്യേറ്റ് ചെയ്യുന്ന ഈ പറയുന്ന ഹെയ്റ്റ് പ്രോജക്റ്റ് വലിയൊരു ഇലക്ട്രൽ വിക്ടറി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുമോ, ഈ കേരളത്തിൻ്റെ അടിസ്ഥാന ശിലയിളകി പോകുമെന്ന് എല്ലാവരും ഭയപ്പെട്ടു. അന്ന് ഈ വെള്ളാപ്പള്ളി നടേശൻ ഇത്രയും പ്രതാപിയായിരിക്കുന്ന കാലത്ത് V.S. അച്യുതാനന്ദൻ എന്തായത്? അദ്ദേഹം തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള സകല വേദികളിലും നടന്ന ഈ വെള്ളാപ്പള്ളി നടേശനെ പൂർണ്ണതോതിൽ തള്ളി പറഞ്ഞു. അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഹെയ്റ്റ് പൊളിറ്റിക്സിനെ അദ്ദേഹം കൃത്യമായി അഡ്രസ്സ് ചെയ്ത് തള്ളി പറഞ്ഞു. എന്നിട്ട് ഈ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ ഇയാളെ പൂട്ടുമെന്ന് ആവർത്തിച്ച് V.S. പറഞ്ഞു. എന്നെ ഏറ്റവും കൂടുതൽ മുറിവേൽപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്ത് V.S. അച്യുതാനന്ദനാണെന്ന് വെള്ളാപ്പള്ളി തന്നെ ഒരു ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് V.S. അച്യുതാനന്ദൻ്റെ അടിവേരളകിപ്പോയോ? നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടല്ലോ, കേരളം ഒട്ടാകെ V.S. അച്യുതാനന്ദൻ്റെ ഭൗതികദേഹം കാണാൻ വേണ്ടി കൂടെ നിൽക്കുന്ന മനുഷ്യന്മാരെന്ത് മാത്രമാണെന്ന്. V.S.ൻ്റെ അതിനകത്തുള്ള ബേസ് ഇളകിപ്പോയോ? പ്രത്യേകിച്ച് ഈഴവ സമുദായത്തിനകത്ത് പോലും V.S.നുള്ള അടിവേര് തകർന്നു പോയില്ല. എന്ന് മാത്രമല്ല, ആ തെരഞ്ഞെടുപ്പിൽ LDF ജയിക്കുക കൂടി ചെയ്തെന്നുള്ള ആരും ഓർക്കണം. സോ അതുകൊണ്ട് LDFനും ആ തെരഞ്ഞെടുപ്പിൽ LDFനും അടിയളയി പോയിട്ടില്ല എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് എന്തുകൊണ്ടാണ് വർഗീയതയെ പയറ്റാൻ ഇറങ്ങി വരുന്ന മനുഷ്യർ അവരുടെ ഒരു പ്ലാൻ വർഗീയത വെച്ചുകൊണ്ട് കേരളത്തിൽ ഒരു ഡിവൈഡ് ഉണ്ടാക്കി രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നേടാമെന്ന് വിചാരിച്ച് വരുന്ന മനുഷ്യരോട്
കണിശ സ്വഭാവത്തിൽ സംസാരിക്കാൻ ഇവർ ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? VD സതീശനെ പോലുള്ള ആളുകൾ ഇപ്പോൾ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങൾ ഈ പറയുന്നത് എന്ന് പറയുന്നത് വർഗീയതയാണ്. ഈ വർഗീയതയ്ക്ക് ഈ നാട്ടിൽ ഇടം കിട്ടാൻ പോകുന്നില്ല എന്ന വളരെ കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ ഭയപ്പെടേണ്ടതില്ല. ഓരോ പാർട്ടിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് ആ പാർട്ടിയും അതിൻ്റെ നയനിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശക്തമായി നിൽക്കുന്നതാണ്. കോംപ്രമൈസ് എന്നുള്ളതല്ല. ഈ വിഷയത്തിൽ നമുക്ക് CPM വിമർശിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? CPM വെള്ളാപ്പള്ളി നടേശൻ്റെ വർഗീയതയോട് പൂർണ്ണമായ അനുഭാവത്തിൻ്റെ ഒരു സമീപനം എടുത്ത് മാറി നിൽക്കുകയാണ്. പറഞ്ഞോളൂ എന്ന മട്ടുപോലും എടുക്കുന്നതായിട്ട് വേണമെങ്കിൽ കടത്തി പറയാം. കാരണം ഇങ്ങനെയല്ല CPM അതിനെ പ്രതിരോധിക്കേണ്ടത്. അപ്പോൾ CPM ഒരു മതനിരപേക്ഷ ജനാധിപത്യ പുരോഗമന പാർട്ടി എന്ന് അവകാശപ്പെടുമ്പോഴും ആ പൊസിഷനിൽ നിൽക്കാതെ ഇലക്ട്രൽ പൊളിറ്റിക്സിനകത്തേക്ക് കാലിപ്പുറത്തേക്ക് മാറ്റി വെച്ച് തരം കോംപ്രമൈസ് എടുക്കുകയാണ്. അങ്ങനെ കോംപ്രമൈസ് എടുത്താൽ അതിൻ്റെ ആത്യന്തികമായ ഫലം എന്തായിരിക്കും? അത് CPM ആലോചിക്കണം, കോൺഗ്രസ് ആലോചിക്കണം. ഇതിൻ്റെ അവസാനത്തെ വിളവെടുപ്പെല്ലാം മാരാർജി ഭവനിലാണ്. അത് മനസ്സിലാക്കി കേരളത്തെക്കുറിച്ച് കൺസേണുള്ള പ്രതീക്ഷകളുള്ള ആളുകൾ ചെയ്യേണ്ടത് ഇതിനെ ആഞ്ഞെതിർക്കുക, ഇതിനെ തുടക്കത്തിലെ തടയുക എന്നാണ്. നിർഭാഗ്യവശാൽ അത് കാണുന്നില്ല. ഇപ്പോൾ പോലും മയപ്പെട്ട പ്രതികരണങ്ങളാണ് അവിടുന്ന് ഇവിടുന്ന് എല്ലാം വരുന്നത്. അത് വെള്ളാപ്പള്ളിയെ കൂടുതൽ ആവേശഭരിതനാക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, വെള്ളാപ്പള്ളി ഇതിനകത്ത് ഒരു ഘട്ടം കഴിഞ്ഞാൽ അതിന് വേറൊരു ഡയമെൻഷൻ കൂടിയുണ്ട്. വെള്ളാപ്പള്ളി ശ്രമിക്കുന്നത് കോൺഗ്രസുമായിട്ടൊരു വളരെ വിസിബിളായ ഉരസലുണ്ടാക്കാനാണ്. വേണമെങ്കിൽ അദ്ദേഹത്തെ അവഗണിച്ച് കളയുകയും ചെയ്യാം, അതിൽ നിന്ന് കൊടുക്കാതിരിക്കുകയും ചെയ്യാം. ആ സ്ട്രാറ്റജി ആയിരിക്കും എടുക്കുന്നുണ്ടാവുക. പക്ഷേ ഇതിങ്ങനെ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഈഴവ സമുദായത്തിൽ നിന്നും പുറത്തുനിന്നും ഒക്കെയുള്ള ആൾക്കാർ ഈ പറഞ്ഞ വ്യാജങ്ങൾ മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. 10 പേര് കേൾക്കുമ്പോൾ ഒരാൾ വിശ്വസിക്കുക. അതാണ് എപ്പോഴും സംഘിൻ്റെ സ്ട്രാറ്റജി. 10 പേര് കേൾക്കുമ്പോൾ എല്ലാവരും ഓർക്കും ഇത് നുണയാണല്ലോ, ആരും വിശ്വസിക്കാൻ പോകുന്നില്ലെന്ന്. ഒരാൾ വിശ്വസിക്കും. അതുകൊണ്ടാണ് ശബരിമലയിലെ പണം എടുത്ത് ഇപ്പോഴും മദ്രസയെ പെൻഷൻ കൊടുക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്ന വാട്സാപ്പ് ഫോർവേഡിൽ നമുക്ക് വരുന്നത്. വിശ്വസിക്കുന്നവരുണ്ട്. അപ്പോൾ ആ അപകടം മനസ്സിലാക്കി സ്ട്രോങ് ആയ പൊസിഷൻ എടുക്കാൻ എല്ലാവരും തയ്യാറായിരുന്നെങ്കിലെന്നാണ് ഞാൻ ആശിക്കുന്നത്. ദാവൂദ് സാഹിബ്, ഇഴവ് വിരോധി എന്ന് വിളിച്ച് VD സതീശനെ ഇന്ന് വെള്ളാപ്പള്ളി കടന്നാക്രമിച്ചതിന് പിന്നിൽ രാഷ്ട്രീയമായ ലക്ഷ്യങ്ങൾ കൂടിയുണ്ട്. അതും നമ്മൾ കാണാതിരുന്നുകൂടെ അല്ലേ? രാഷ്ട്രീയ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കുറേ കാര്യം നിഷാദ് പറഞ്ഞല്ലോ. അതിൽ ഇന്നത്തെ പ്രസംഗത്തിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഈ ഇഴവ വിരോധിയാണെന്ന് പറഞ്ഞു, പരമ പന്നയാണെന്ന് പറഞ്ഞു. അത് പറഞ്ഞതിന് ശേഷം പുള്ളി ഉപയോഗിക്കുന്ന 2 വാചകങ്ങളാണ് പറയുന്നത്. എന്ന് വെച്ചാൽ VD സതീശൻ മുസ്ലിം ലീഗിന് വേണ്ടി ഒത്തുപറയുകയാണ്. ഈ ഒത്തുപറയുക എന്ന് പറയുന്ന പ്രയോഗം തെക്കൻ കേരളത്തിലുള്ളതായിരിക്കും അല്ലേ? അവർക്ക് വേണ്ടിയുള്ള ഒരു പണിയെടുക്കുകയാണ്. മുസ്ലിം ലീഗിന് വേണ്ടി ഒത്തുപറയുകയാണ്. ലീഗിനെ സുഖിപ്പിക്കുകയാണ് വെള്ളാപ്പള്ളിയുടെ ലക്ഷ്യം, സതീശൻ്റെ ലക്ഷ്യം. നമ്മുടെ വോട്ടിന് വിലയില്ല, അവരുടെ വോട്ടിനേ വിലയുള്ളൂ. ഇതെന്തിനാ ഇദ്ദേഹം പറയുന്നത്? VD സതീശൻ പോലും അല്ല ഉന്നം. അടിസ്ഥാന ഉന്നം എന്താണ്? അദ്ദേഹം കഴിഞ്ഞ കുറച്ച് നാളുകളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ മതവിഭജനം സൃഷ്ടിക്കുക, മുസ്ലിം വിരുദ്ധത സൃഷ്ടിക്കുക എന്ന് പറയുന്ന ആ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഈ പ്രസംഗം. ഇപ്പോൾ സവിശേഷമായി VD സതീശനെ അറ്റാക്ക് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കോട്ടയത്തും പിന്നീട് എറണാകുളത്തും നടത്തിയ നമ്മുടെ VD വാസവൻ്റെ മന്ത്രി വാസവൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അഭിപ്രായങ്ങൾ വെട്ടിത്തുറന്ന് പറഞ്ഞിട്ടുള്ള ആ പ്രഭാഷണങ്ങളെ VD സതീശൻ പച്ചയ്ക്ക് വിമർശിച്ചിട്ടുണ്ട്. ഇത് ശരിയല്ല, ഇത് വർഗീയതയാണ്, ഇത് ഗുരുധർമ്മത്തിന് വിരുദ്ധമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് VD സതീശനെ സവിശേഷമായിട്ട് പേരെടുത്ത് വിമർശിക്കുന്നു. VD സതീശൻ ഇന്ന് അതിന് മറുപടി പറഞ്ഞിട്ട് വളരെ കുലീനമായ ഭാഷയിലാണ് VD സതീശൻ മറുപടി പറഞ്ഞത്. നോക്കൂ, ഞാൻ മത്സരിക്കുന്ന മണ്ഡലത്തിൽ 52% ഈഴവ സമുദായങ്ങളാണ്. ഞാൻ പ്രതിനിധീകരിക്കുന്ന സമുദായം 4ാം സ്ഥാനത്തോ 5ാം സ്ഥാനത്തേ വരുള്ളൂ. പക്ഷേ ഞാൻ അവിടെ ജയിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ജയിക്കുന്നു? ഈ വെള്ളാപ്പള്ളിയെ പോലെ ചിന്തിക്കുന്ന മനുഷ്യരല്ല അവിടെ ഉള്ളതെന്നുള്ളതുകൊണ്ടാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വെള്ളാപ്പള്ളി തീരുമാനിച്ചിട്ട് ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി വിജയിക്കണമെന്ന് വെള്ളാപ്പള്ളി തീരുമാനിച്ചാൽ ആ സ്ഥാനാർത്ഥി തോറ്റ ചരിത്രമേ നമുക്കുള്ളൂ. വെള്ളാപ്പള്ളി ഏതെങ്കിലും സ്ഥാനാർത്ഥി തോൽക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ വിജയിച്ച അനുഭവമേ നമുക്കുള്ളൂ. പക്ഷേ എന്നാലും ഈ മനുഷ്യൻ ഇങ്ങനെ ഇത് പ്രസംഗിച്ചു കൊണ്ടിരിക്കുക. സ്വാഭാവികമായും BJP അതിനെ സപ്പോർട്ട് ചെയ്യും. അതിനോട് അനുഭാവ സമീപനം, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം CPM എന്ന് പറഞ്ഞാൽ CPMൻ്റെ ഏറ്റവും സമുന്നതരായ നേതാക്കൾ പോലും എടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. നിലമ്പൂരിൽ അങ്ങേയറ്റം ഹീനമായൊരു പ്രസംഗം നടത്തുന്നു. 3 ദിവസം കഴിഞ്ഞ് പിണറായി വിജയൻ ഇദ്ദേഹത്തെ സ്വീകരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മഹത്വം വാഴ്ത്തുന്നു. ശ്രദ്ധിക്കണം കേട്ടോ, കാരണം നമ്മൾ പറയുന്നതൊക്കെ തെറ്റായി എടുക്കുന്ന ഒരു കാലമാണിത്. തെറ്റായി എടുക്കുന്നൊരു ആൾക്കാരാണ് ഇവിടെ ഉള്ളത് എന്നാണ്. കുഴപ്പാരുടെയാണ്, വെള്ളാപ്പള്ളിയുടെ അല്ല. ഈ പ്രസംഗം കേട്ട മനുഷ്യരുടേതാണെന്നുള്ളതാണ് പിണറായി വിജയൻ പറയുന്നത്. അപ്പം അങ്ങനെ സാഹചര്യത്തിൽ വെള്ളാപ്പള്ളിയുടെ വാക്കുകൾ, വെള്ളാപ്പള്ളിയുടെ പ്രസംഗങ്ങൾ അത് വെള്ളാപ്പള്ളി ഒറ്റയ്ക്ക് ചെയ്യുന്നതല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വെള്ളാപ്പള്ളി ഒറ്റയ്ക്ക് ചെയ്യുന്നതല്ല. അത് ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്? അത് ഒരേ സമയം BJPക്ക് വേണ്ടിയും CPMനും വേണ്ടിയാണ് ചെയ്യുന്നത്. 2 തോണിയിൽ കാല് വെച്ച് സഞ്ചരിക്കുന്ന മനുഷ്യനാണ്. കേരളത്തിൽ CPM ഭരണത്തെ, കേന്ദ്രത്തിൽ മോഡിയുടെ ഭരണത്തെ, അതിനുവേണ്ടി മകൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘടന പോലും പാർട്ടി പോലും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് രാഷ്ട്രീയ ലക്ഷ്യം. ആ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചാൽ മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഒരു ക്രക്സ്, അതിൻ്റെ ഒരു കോർ തീമായിട്ട് പുള്ളി സ്വീകരിച്ചിരിക്കുന്നത് ഈ മുസ്ലിം വിരുദ്ധത സൃഷ്ടിക്കുക. ഒരു മുസ്ലിം
അതിന് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ തന്നെ നമ്മൾ ഇന്നലെ ഇതിനെക്കുറിച്ച് സംസാരിച്ചു. മുസ്ലിം മുഖ്യമന്ത്രിമാർ ഇഷ്ടം പോലെയുണ്ട് എന്ന് കേരളത്തിൽ നിന്ന് ഒരാൾക്ക് പ്രസംഗിക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? അതൊരു വസ്തുതയല്ല എന്ന് എല്ലാവർക്കും അറിയാം. വെറും 36 ദിവസം മാത്രമാണ് കേരളത്തിലൊരു മുസ്ലിം മുഖ്യമന്ത്രിയായിരുന്നത്. അതല്ല, മുസ്ലിം മുഖ്യമന്ത്രിയായി ഇരുന്നു എന്ന് വിചാരിക്കുക, അതിലെന്താണ് കുഴപ്പമെന്നുള്ള ചോദ്യം വേറെ ഉണ്ട്. പക്ഷേ ഈ ഒരു വിഷം പ്രയോഗിക്കുന്നതിൽ വസ്തുതകളുടെ പോലും ആവശ്യമില്ല. വസ്തുത ഇല്ലാതെ പറഞ്ഞാലും അത് സ്വീകരിക്കപ്പെടും. ഇപ്പോൾ നിഷാദ് പറഞ്ഞമാതിരി ശബരിമലയിലെ പണം എടുത്തിട്ട് മദ്രസാധ്യാപകർക്ക് കൊടുക്കുകയാണെന്ന് പറഞ്ഞാൽ അത് നിയമസഭയിൽ പോലും സ്ഥിതി കണക്കുകൾ വെച്ചിട്ട് നിഷേധിക്കപ്പെട്ട ഒരു വസ്തുതയാണ്. അങ്ങനെ ഒരു സംഗതിയേ ഇല്ല എന്നുള്ളത്. പക്ഷേ എന്നാലും ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ള ആ ഒരു പ്രൊപ്പഗാൻഡയുടെ ഒരു സംഗതിയാണത്. ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഇതാണ്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 സമുദായങ്ങളാണ്, ഈഴവ സമുദായവും മുസ്ലിം സമുദായവും. അതിനിടയിൽ എങ്ങനെ വെഡ്ജ് ഉണ്ടാക്കാം, അകൽച്ചയുണ്ടാക്കാം. അങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ ഇവിടെ ചില ആളുകൾക്ക് അതിൻ്റെ ലാഭം ഉണ്ടാവും. അതിനു വേണ്ടിയുള്ള പണിയാണ്, ഒരു കോൺട്രാക്റ്റ് ജോലിയാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത്. പക്ഷെ നമ്മൾ കാണേണ്ട കാര്യം, കേരളത്തിലെ മുസ്ലിം സമുദായവും ഈഴവ സമുദായവും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ചരിത്രപരമായി വലിയ ബന്ധമുള്ള 2 സമുദായങ്ങളാണ്. കേരളത്തിലെ ഈഴവ സമുദായത്തിൻ്റെ നേതൃസ്ഥാനത്തുണ്ടായിരുന്ന ശ്രീനാരായണീയ പ്രസ്ഥാനത്തിൻ്റെ നേതൃസ്ഥാനത്തുണ്ടായിരുന്ന ആളാണ് ടി കെ മാധവൻ. അദ്ദേഹം സ്വന്തം മകന് മുഹമ്മദ് അലി എന്ന് പേരിട്ട ആളാണ്. അത് നമ്മൾ ഓർക്കണം. സ്വന്തം മകന് മുഹമ്മദ് അലി എന്ന് പേരിട്ട ആളാണ്. എന്തിനാണ് ആ പേരിട്ടത്? അത് അദ്ദേഹവും മുസ്ലിങ്ങളും തമ്മിലുള്ള, അല്ലെങ്കിൽ ഈഴവ സമുദായവും മുസ്ലിം സമുദായം എന്നുള്ള ബന്ധത്തിൻ്റെ കൂടെ അടയാളമാണത്. സഹോദരൻ അയ്യപ്പൻ, അദ്ദേഹം സ്വന്തം മകൾക്ക് ഐഷ എന്ന് പേരിട്ട ആളാണ്. ഇതൊക്കെ കേരളത്തിൽ അനുഭവമുള്ളതാണ്. തങ്ങൾ കുഞ്ഞ് മുസ്ലിയാർ എന്ന് പറഞ്ഞിട്ട് പ്രഗത്ഭനായിട്ടുള്ള ഒരു മുസ്ലിം സാമൂഹ്യ പ്രവർത്തകനായിരുന്നു കൊല്ലത്ത്. 1966 മരിച്ചവർ. TKM കോളേജ് സാമൂഹ്യ പ്രവർത്തകനായിരുന്നു, വിദ്യാഭ്യാസ പ്രവർത്തകനായിരുന്നു, വ്യവസായമൊക്കെ ആയിരുന്നു. ശ്രീനാരായണ ട്രസ്റ്റിൻ്റെ ബോർഡിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് കേരളത്തിൽ യഥാർത്ഥത്തിൽ പാഠപുസ്തകങ്ങളിൽ ഇടം പിടിക്കേണ്ട ഒരു സംഗതിയാണത്. ശ്രീനാരായണ ട്രസ്റ്റ് രൂപീകരിക്കുമ്പോൾ അതിന് ഡയറക്ടർ ബോർഡിൽ ഒരു ശ്രീനാരായണീയനല്ലാത്ത, ഈഴവനല്ലാത്ത ഒരാളുണ്ടായിരുന്നു. അത് തങ്ങൾ കുഞ്ഞ് മുസ്ലിയാരായിരുന്നു എന്ന് തങ്ങൾ കുഞ്ഞ് മുസ്ലിയാരുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെയൊക്കെയുള്ള കൊടുക്കൽ വാങ്ങലുകളുടെ അനുഭവങ്ങളുള്ള 2 സമുദായങ്ങളാണ്. വലിയ തോതിൽ ശ്രീനാരായണ SNDPയെ സഹായിച്ച, സാമ്പത്തികമായി തന്നെ സഹായിച്ച ആളായിരുന്നു തങ്ങൾ കുഞ്ഞ് മുസ്ലിയാർ. ഇങ്ങനെയൊക്കെയുള്ള ദീർഘമായിട്ടുള്ള പാരമ്പര്യമുള്ള ഒരു നാടാണിത്. പക്ഷെ അതിനെക്കുറിച്ചൊന്നും വെള്ളാപ്പള്ളി അത്തരം നോക്കൂ, ഈ ശ്രീനാരായണീയ ധർമ്മത്തിൻ്റെ പ്രചാരണം, ഗുരുവിൻ്റെ ആശയങ്ങളുടെ പ്രചാരണം, ഈഴവരുടെ ശാക്തീകരണം, ഈ കാര്യത്തിലൊക്കെ എന്താണ് വെള്ളാപ്പള്ളി കഴിഞ്ഞ 30 വർഷം നേതൃസ്ഥാനത്ത് ഇരുന്ന് ചെയ്തതെന്നൊരു ചോദ്യമുണ്ടല്ലോ അവിടെ. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇവർക്ക് അത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല, ദുർബലരായിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹം ആ പറയുന്നത് ശരിയാണെങ്കിൽ അതിന് ഒരു ഉത്തരവാദിത്വം ആർക്കാണ്? ഈ മനുഷ്യന് തന്നെയല്ലേ. പക്ഷേ അത് മറച്ചു വെക്കുക, മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ശ്രീനാരായണീയ ധർമ്മത്തിൻ്റെ പ്രചാരണം എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളിക്ക് താല്പര്യമില്ലാത്തത്? ആ ധർമ്മം ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയം എന്ന് പറയുന്നത് ഈ മനുഷ്യൻ ഇപ്പോൾ ഈ പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിദ്വേഷം അല്ല എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് നമുക്ക് ആത്മോപദേശ ശതകം ശ്രീനാരായണ ഗുരുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃതിയാണ്. കഴിഞ്ഞ 1.5 വർഷം മുമ്പാണ് അതിൻ്റെ ലാറ്റിൻ പരിഭാഷ പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. സബ്രീന ലീ എന്ന് പറയുന്ന ഇറ്റലിക്കാരിയായ ഒരു മുസ്ലിം സ്ത്രീയാണ് അതിൻ്റെ ലാറ്റിൻ പരിഭാഷ നിർവഹിച്ചത്. അത് പ്രസിദ്ധീകരിച്ചത് റോമിലുള്ള തവാസുൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു ഫൗണ്ടേഷനാണ്. മലയാളിയായിട്ടുള്ള ലത്തീഫ് എന്ന് പറയുന്ന ആൾ എൻ്റെ സുഹൃത്തു കൂടിയാണ്, ആ ഫൗണ്ടേഷൻ്റെ ഡയറക്ടർ. അപ്പോൾ ഇതിൻ്റെ പണികളുമായിട്ട് നടക്കുന്ന സമയത്ത് ഈ മനുഷ്യൻ എന്നോട് പങ്കുവെച്ച സംഗതിയാണ് ഞാൻ പറയുന്നത്. വെള്ളാപ്പള്ളി നടേശൻ ഇദ്ദേഹം നിരന്തരമായി ബന്ധപ്പെടുന്നുണ്ട്, തുഷാർ വെള്ളാപ്പള്ളിയെ ബന്ധപ്പെടുന്നുണ്ട്. കാരണം ശ്രീനാരായണ ഗുരുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃതി ഒരു ഇൻ്റർനാഷണൽ ലാംഗ്വേജ് ലാറ്റിൻ ഭാഷയിലേക്ക് വരികയാണ്. അദ്ദേഹത്തിന് അതിൽ പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല. അദ്ദേഹം ആ വിഷയത്തിൽ ഫോണിൽ സംസാരിക്കാൻ പോലും താല്പര്യമില്ല. അപ്പോൾ ഒരു മുസ്ലിം തട്ടമിട്ട ഒരു മുസ്ലിം സ്ത്രീ ശ്രീനാരായണ ഗുരുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതി ആത്മോപദേശ ശതകം ലാറ്റിൻ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തുകയാണ്. ആ ഒരു സംഗതി തന്നെ അതിൻ്റെ ഒരു പ്രാധാന്യം, ഒരു സാമൂഹ്യ പ്രാധാന്യം ആലോചിച്ചു. ഇനി അത് വേണ്ടെന്ന് നോക്കുക. ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയം ലോകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഷയിലേക്ക്, ഒരു ക്ലാസിക്കൽ ലാംഗ്വേജിലേക്ക്, കോടിക്കണക്കിന് മനുഷ്യരുടെ ഒരു ഭാഷയിലേക്ക് പോവുകയാണ്. SNDPയെ സംബന്ധിച്ചത് ആഹ്ലാദം ഉണ്ടാക്കേണ്ട കാര്യമല്ലേ? അതിന് ഏറ്റവും കൂടുതൽ പ്രചാരം കൊടുക്കേണ്ട അവരായിരുന്നല്ലേ? അദ്ദേഹത്തിന് താല്പര്യമേ ഇല്ല. അപ്പോൾ ഇവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ സ്വന്തം റിസ്കിൽ, സ്വന്തം സാഹസത്തിൽ തന്നെ ഈ പദ്ധതിയായിട്ട് മുന്നോട്ട് പോവുകയാണ്. അത് പ്രസിദ്ധീകരിക്കപ്പെട്ടു. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ വാർത്തയായ സംഗതിയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇങ്ങനെ കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയും ഈഴവ കമ്മ്യൂണിറ്റിയും തമ്മിലുള്ള
പാരസ്പര്യത്തിൻ്റെ വലിയ പാഠങ്ങൾ ഇവിടെയുണ്ട്. എനിക്ക് തോന്നുന്നത് വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിൻ്റെ പണി നടത്തട്ടെ, പക്ഷേ ഇങ്ങനെയുള്ള അനുഭവങ്ങളുള്ള രണ്ട് കമ്മ്യൂണിറ്റികളാണ്. അവർ അത്തരം അനുഭവങ്ങളെക്കുറിച്ച് കൂടുതൽ ആലോചിക്കുക, അത്തരം സന്ദർഭങ്ങളെ കൂടുതൽ പുനരവതരിപ്പിക്കുക, അതിനുള്ള ശ്രമങ്ങൾ നടത്തുക എന്നുള്ളത് മാത്രമാണ് ഇതിനെ മറികടക്കാനുള്ള വഴിയെന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടുത്തെ ഭരണകൂടം, മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെ പ്രതിരോധിക്കാനുള്ള ഒരു ശ്രമം അവർ നടത്തുന്നില്ലെന്ന് മാത്രമല്ല, പലപ്പോഴും അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന, പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോൾ ഭരിക്കുന്ന കക്ഷി അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുന്ന ഒരു ഖേദകരമായ കാര്യമുണ്ട്. അപ്പോൾ ആ ഒരു ഉദ്ദേശിച്ച് ഈ സമുദായത്തിൽ പുതിയ തലമുറ അത് മറികടക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. പുതിയ ഒരുപാട് പ്രസ്ഥാനങ്ങൾ ഉണ്ടായി വരുന്നത്. ഇപ്പോൾ ശ്രീനാരായണ ധർമ്മവേദി, ശ്രീനാരായണ ഗുരുധർമ്മൻ ട്രസ്റ്റ്, ശ്രീനാരായണ സേവാ സമിതി എന്നൊക്കെ പറഞ്ഞുള്ള പുതിയ പ്രസ്ഥാനങ്ങൾ ആ കമ്മ്യൂണിറ്റിക്കകത്ത് തന്നെ ഉണ്ടായി വരുന്നുണ്ട്. പിന്നെ പുതിയ തലമുറ അവർ വെള്ളാപ്പള്ളിയേക്കാൾ കൂടുതൽ ചിന്തിക്കുകയും വായിക്കുകയും പുതിയ കാര്യങ്ങൾ അന്വേഷിച്ച് മനസ്സിലാക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ട് ഈ വിഷപ്രചാരണത്തിൽ ആ ഒരു കമ്മ്യൂണിറ്റി വീഴില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും ദാവൂദ് സാഹിബും നിഷാദും പറഞ്ഞതുപോലെ തന്നെ വെള്ളാപ്പള്ളി വിഷം തുപ്പുന്നതും വിഭജന രാഷ്ട്രീയം കളിക്കുന്നതും ആർക്ക് മണ്ണൊരുക്കാനാണ് എന്നുള്ളത് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും. അവർ അത് അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുകയും ചെയ്യും.